വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 32-ാമത് വചനം. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 32. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു, തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു. മതി. വായിച്ച അനുഗ്രഹീത ദൈവവചനത്തിനായി ദൈവത്തിന് മഹത്വം. 1947 നാം ഇന്ന് പാലസ്തീൻ, ഇസ്രയേൽ എന്നൊക്കെ വിളിക്കുന്ന ആ ശ്രദ്ധാർഹമായ ഭൂപ്രദേശത്തിൻ്റെ അങ്ങ് ചാവുകടലിൻ്റെ പരിസരത്തുള്ള ഒരു പ്രദേശത്ത്, കൃത്യമായി പറഞ്ഞാൽ ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്ത് ധാരാളം ഗുഹകൾ ഉള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ ഗുഹകൾ നിറഞ്ഞ സ്ഥലത്തെ വിളിച്ച പേര് കുമ്രാൻ എന്നായിരുന്നു. കുമ്രാൻ്റെ മുഴുവൻ പേര് കിർബത്ത് കുമ്രാൻ, വാടി കുമ്രാൻ എന്നൊക്കെയായിരുന്നു. യോർദാൻ നദി ഹെർമോന്യ മലയുടെ മുകളിൽ നിന്നൊഴുകി ആദ്യം ഗലീലക്കടലായി രൂപപ്പെടുകയും ആ നീരൊഴുക്ക് യോർദാനായി തുടർന്ന് ചാവുകടലിൽ പതിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പടിഞ്ഞാറേ തീരം വളരെ പ്രസക്തമായിരുന്നു. ബൈബിളിൻ്റെ മറ്റു ചില ഭാഗങ്ങൾ ഈ രണ്ട് അതിരുകൾക്ക് ഒരു പേര് പറയുമായിരുന്നു. ഏൻ ഗതി മുതൽ ഏൻ എഗ്ലയും വരെയുള്ള സ്ഥലം. ധന്യനായ എസെക്കിയേലിൻ്റെ പ്രവചനത്തിൻ്റെ 47 മുതലുള്ള വേദഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആത്മപകർച്ചയെപ്പറ്റി പ്രവാചകൻ പറയുന്ന ഇടത്ത് അതിൻ്റെ തീരത്ത് ഏൻ ഗതി മുതൽ ഏൻ എഗ്ലയും വരെ മീൻപിടിക്കാർ വലവീശും, 1000 മുഴം അളക്കുന്നതും മുട്ടോളമല്ല ഒടുവിൽ നീന്തിയിട്ടല്ലാത്ത മഹാപ്രവാഹം വരുന്നതുമായ സംഭവങ്ങൾ വിശദീകരിക്കുന്ന സ്ഥലം. ആ സ്ഥലത്ത് ഗുഹകൾ നിറഞ്ഞിരിക്കുന്ന പ്രദേശത്ത് വിളിക്കുന്ന പേരാണ് കുമ്രാൻ. 1947 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യലബ്ധി ഉണ്ടാകുന്ന വർഷം. ഈ ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്ത് കൂടി ഒരാട്ടിടയ ബാലൻ ആടുകളെ മേച്ചു വരികയാണ്. ഒരു ബെഡൂവിയൻ, പ്രാകൃത കാട്ടറബി എന്ന് വേണമെങ്കിൽ പറയാം. അയാളുടെ പേര് മുഹമ്മദ് അൽ ദിബ് എന്നായിരുന്നു. മുഹമ്മദ് അൽ ദിബ് ആടുകളെ മേച്ച് വരും വഴിക്ക് അയാളുടെ ഒരാടിനെ നഷ്ടപ്പെട്ടു. ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്തുള്ള കുമ്രാൻ ഗുഹകളിൽ ഏതിലെങ്കിലും ഒന്നിൽ ആട് ഉണ്ടാകാം എന്ന ചിന്തയിൽ അദ്ദേഹം ഒരു കല്ലെടുത്ത് ഈ ഒരു ഗുഹയിലേക്ക് എറിഞ്ഞു. തിരികെ പുറത്തേക്ക് കേട്ട ശബ്ദം ഒരു മണിനാഥമായിരുന്നു. ഒരു കൽഭരണിയിൽ, ഒരു കളിമൺ ഭരണിയിൽ ഈ കല്ലു തട്ടി പുറത്തേക്ക് വരുന്ന മണിനാഥം കേട്ട് അമ്പരന്നുപോയ ആട്ടിടയൻ ഇതിനകത്ത് കിടന്നു. അദ്ദേഹം കണ്ടത് ഏതാണ്ട് 6 മുതൽ 8 അടി വരെ പൊക്കം, ഒരു മനുഷ്യനേക്കാൾ പൊക്കമുള്ള ഒരു കളിമൺ ഭരണി. കുറേ കളിമൺ ഭരണികളുണ്ട്. ആ കളിമൺ ഭരണിയിലാണ് തൻ്റെ കല്ല് ചെന്ന് കൊണ്ടത്. അമ്പരപ്പും ആകാംക്ഷയും ഒക്കെ നിറഞ്ഞ മനസ്സോടെ അയാൾ ആ കളിമൺ ഭരണിയുടെ മൂടി ബത്തപ്പെട്ടു മാറ്റി. അയാൾ കണ്ടത് അതിനുള്ളിൽ ചുരുട്ടി വച്ചിരിക്കുന്ന മൃഗങ്ങളുടെ തോലിൽ എന്തൊക്കെയോ എഴുതി കുറിച്ചു വച്ച ചില ഭാഗങ്ങളായിരുന്നു. ആ മൃഗത്തോല് കാലത്തെ അതിജീവിച്ച് തണുപ്പുള്ള ആ സ്ഥലത്ത് മറ്റ് കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അയാൾ ആ
തോലെടുത്ത് കൊണ്ടുവന്ന് സിറിയയിലെ ഒരു വ്യാപാരിക്ക് വിറ്റു. ആ തുകൽ വ്യാപാരി ആ തുകൽ ഭാഗങ്ങൾ വെട്ടി ബാഗ് തുന്നുവാൻ ശ്രമിക്കുന്ന വേളയിൽ അവിചാരിതമായി അവിടേക്ക് ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ ഒരു വൈദിക സെമിനാരിയുടെ ഡയറക്ടറും ആർച്ച് ബിഷപ്പുമൊക്കെ ആയിരുന്നു. സർ ജോഷുവ സാമുവൽ എന്നറിയപ്പെട്ട ആ മഹാനുഭവൻ ഈ തുകൽ ചുരുൾ കണ്ടു. എന്നിട്ട് ചോദിച്ചു, ഇതെന്താണ്, ഇതെവിടെ നിന്ന് കിട്ടി? ഇത്യാദി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ആ തുകൽ ചുരുൾ എനിക്ക് തരുമോ? വില തരാം. ചോദിച്ച വില കൊടുത്ത് ആ ചുരുൾ വാങ്ങി. കിട്ടിയ സ്ഥലം അന്വേഷിച്ച് ചെന്നു. ഏതാണ്ട് 11-ലധികം ഗുഹകളിൽ ഇത്തരം നിരവധി ചുരുളുകളിരിക്കുന്നു. പിന്നെ നടന്നത് വിപ്ലവാത്മകമായ ചില പഠന റിസൾട്ടുകളായിരുന്നു. എന്തായിരുന്നു മുഹമ്മദ് അൽ ദിബ്ബിന് ലഭിച്ച ആ ചുരുൾ എന്നറിയണ്ടേ? അത് ബൈബിളിൻ്റെ പഴയ നിയമത്തിലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതിയായിരുന്നു. യെശയ്യാവ് നേരിട്ടെഴുതിയതല്ല. അക്കാലത്ത് പ്രിൻറ്റിങ്ങോ ഇന്ന് കാണുന്ന സംവിധാനങ്ങളോ ഇല്ലാത്ത ഘട്ടത്തിൽ പകർത്തി എഴുതി ഗ്രന്ഥത്തിൻ്റെ പതിപ്പെടുക്കുന്ന രീതിയാണുള്ളത്. ആ പകർപ്പെഴുതുവാൻ ലൈസൻസുള്ള ആളുകളെ വിളിച്ച പേരാണ് ശാസ്ത്രി. ഒരു ശാസ്ത്രി 17-ൽ പരം നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഒരു പകർപ്പെഴുതുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇത് എഴുതുന്ന പ്രതലം അല്ലെങ്കിൽ പേപ്പർ ഷീറ്റ്. പേപ്പറല്ല, പകരം ആ ഷീറ്റ്. അത് പ്രത്യേകം ശുദ്ധികർമ്മങ്ങളോടെ വളർത്തുന്ന ആടിൻ്റെ തോലിൽ മാത്രമേ ഇത് എഴുതാവൂ. അതിൻ്റെ പ്രായം പോലും നിശ്ചയിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ കാളയുടെ തോലാണെങ്കിലും പ്രത്യേക നിലയിൽ ഇതിനു വേണ്ടി വളർത്തുന്ന ആചാരമര്യാദയ്ക്കനുസരിച്ച് വളർത്തുന്ന മൃഗത്തിൻ്റെ തോലിൽ എഴുതുവാനുള്ള നിയമങ്ങളും അനവധിയാണ്. കറുത്ത നിറമുള്ള മഷി എഴുത്തുകാരൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് പടരാത്ത നിലയിൽ അത് സംയോജിപ്പിച്ചു വേണം എഴുതുവാൻ. എഴുതുന്ന വേളയിൽ ആ തുകൽ ചുരുളിൻ്റെ ഒരു വരിയിൽ 13 അക്ഷരങ്ങളിലും താഴേക്ക് 30 അക്ഷരങ്ങളിലും എണ്ണം പെരുകുവാൻ പാടില്ല. വെട്ടിത്തിരുത്താനോ ഒരക്ഷരത്തിൻ്റെ മീതെ കനപ്പിച്ചെഴുതുവാനോ അവകാശമില്ല. മറ്റൊന്ന്, ഇങ്ങനെ എഴുതുന്ന വേളയിൽ ദൈവത്തിൻ്റെ പേരെഴുതുമ്പോൾ ആ എഴുതിയ പേന കൊണ്ട് മറ്റൊന്നും എഴുതരുത്. ആ എഴുതിയ തൂലിക ഒടിച്ചു കളയണം. പിന്നെയും നിബന്ധനകളുണ്ട്. അതിലൊന്നാണ്, ആ എഴുതുന്ന ഇടത്തേക്ക് രാജാവ് കയറി വന്നാൽ പോലും എഴുത്തുകാരൻ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുകയോ അഭിവാദ്യം പറയുകയോ അഭിവാദ്യം സ്വീകരിക്കുകയോ ചെയ്തുകൂടാ. അത്ര ഭയഭക്തി ബഹുമാന ആദരവോടെയാണ് ഈ പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി എഴുതേണ്ടത്. മറ്റൊന്ന്, ഈ കയ്യെഴുത്ത് പ്രതികളിൽ ഏതെങ്കിലും ഒന്ന് ഈ നിയമം ലംഘിച്ചു പോയാൽ 2 വരകളിട്ട് ക്രോസ് ചെയ്ത് അത് അസാധുവാണ് എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് സിനഗോഗിൻ്റെ പിന്നിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗനീസ എന്നറിയപ്പെടുന്ന ഒരു അലമാരയുണ്ട്. അതിൽ നിക്ഷേപിച്ചേ കൊള്ളണം. അലമാര നിറഞ്ഞു കഴിയുമ്പോൾ ഇവ ഓരോന്നും പുറത്തെടുത്ത് ശവം സംസ്കരിക്കുന്ന രീതിയിൽ ആഴത്തിൽ കുഴിയെടുത്ത് മൂടുകയോ അല്ലെങ്കിൽ കത്തിച്ചു ചാമ്പലാക്കി ചാമ്പലിൽ പോലും അക്ഷരം തെളിയാതെ സംസ്കരിച്ച് നശിപ്പിക്കുകയും വേണം. ഇങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി സൂക്ഷിക്കുക. ഇതെഴുതാൻ അധികാരമുള്ള ആളുകളെയാണ് ശാസ്ത്രി എന്ന് വിളിക്കുക. ഇത്തരം ശാസ്ത്രിമാർ രചിച്ച ഈ ഗ്രന്ഥച്ചുരുളുകളുടെ എണ്ണം പരിശോധിച്ചു വരുമ്പോൾ ബൈബിളിലെ പഴയ നിയമത്തിലെ എസ്തേറിൻ്റെ പുസ്തകം ഒഴികെയുള്ള 38 പുസ്തകങ്ങളും ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്തു നിന്ന് കിട്ടി. അതാണ് ആധുനിക ബൈബിൾ പണ്ഡിതന്മാർ ഈ ചുരുളുകളെ വിളിക്കുന്ന പേര് ചാവ് കടൽ ചുരുളുകൾ, കുമ്രാൻ ചുരുളുകൾ എന്നൊക്കെ വിളിക്കുമായിരുന്നു. വേറെയും ചില ഗ്രന്ഥങ്ങൾ അവർക്ക് ലഭിച്ചു. ആ ഗ്രന്ഥം എന്തെന്ന് അറിയണ്ടേ?
പ്രാർത്ഥന പുസ്തകങ്ങളാണ്, പാട്ടുപുസ്തകങ്ങളാണ്, പാട്ടുപാടുന്ന ആളുകളുടെ അനുഭവങ്ങളുടെ വിശദീകരണമാണ്, പ്രാർത്ഥനാ ബുക്കുകളുണ്ട്. ഇത് കൂടാതെ അവർ പ്രതീക്ഷിച്ചു കാത്തിരുന്നു ഒരു മശിഹ വരും, ആ മശിഹയുടെ ആഗമനത്തെയും രാജാതിരാജാവായി സ്ഥാനമേൽക്കുന്നതിനെയും മാനവരാശിയെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതിനെക്കുറിച്ചും ഇത്തരം ഗ്രന്ഥച്ചുരുളുകളിലുണ്ടായിരുന്നു. പക്ഷേ ഗവേഷണം നടത്തിയ പണ്ഡിതന്മാരുടെ അമ്പരപ്പിച്ച കാര്യമതല്ല. ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്ത് ആളുകൾ വസിക്കാൻ ഇഷ്ടപ്പെടാത്ത ഇത്തരം ദുർഘടങ്ങളായ ഗുഹകളും കാട്ടുമൃഗങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ പരിസരത്ത് ആരാണിങ്ങനെ വന്ന് താമസിച്ചത്? വളരെ ദൂരത്തുള്ള ഈ സ്ഥലത്ത്, അല്ലെങ്കിൽ പട്ടണത്തിൽ നിന്ന്, ജനനിബിഡമായ ഇടത്ത് നിന്ന് വളരെ അകലെയുള്ള ഈ സ്ഥലത്ത് ഇവരെങ്ങനെയാണ് ജീവിച്ചത്? അവരുടെ ജീവിതവും അനുബന്ധ കാര്യങ്ങളും പഠനവിധേയമാക്കിയപ്പോൾ വളരെ രസാവഹമായ ചില പുത്തൻ തെളിവുകൾ കൂടി പുറത്തു വന്നു. അതെന്തെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇവിടെ ഒരുപറ്റം മനുഷ്യർ ജീവിച്ചിരുന്നു എന്നും അവർ പൊതുജനങ്ങളുമായി സമ്പർക്കമില്ലാതെ, നാട്ടുകാരിലെ പരിഷ്കൃതരായ ആളുകളോട് ഇടപഴകാതെ, നാട്ടുകാരിലെ പരിഷ്കൃതരായ ആളുകൾ കൊടുക്കുന്ന വഴിപാടുകൾ വാങ്ങാതെ, ആഹാരപദാർത്ഥങ്ങൾ വാങ്ങാതെ, അവർ കൊടുക്കുന്ന വസ്ത്രം വാങ്ങി ധരിക്കാതെ, ഒരിടപാടും പൊതുജനങ്ങളുമായി നടത്താതെ തങ്ങളുടെ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് ഈ കാടിനുള്ളിൽ നിരന്തരം പ്രാർത്ഥിച്ച്, ഈ ഗുഹാതീരത്ത് അതിൻ്റെ ഉള്ളിലും ചാവുകടലിൻ്റെ തീരത്തും ഒക്കെയായി പ്രാർത്ഥനാ നിർഭരമായി കഴിച്ചുകുട്ടിയ ഒരുപറ്റം മനുഷ്യരുണ്ടായിരുന്നെന്നും അവർ ശരീരശുദ്ധിക്ക് അധികമായ പ്രാധാന്യം കൊടുത്തു എന്നും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവരുടെ വാസഗേഹത്തിൻ്റെ വളരെ അകലെയായി മലിനജനം ഒഴുകിപ്പോയി അടിഞ്ഞുകൂടി കിടന്ന് സംസ്കരിക്കപ്പെടുവാൻ അന്നുണ്ടാക്കിയ പ്രാകൃതമായ ഓടകൾ, അങ്ങനെയൊക്കെയുള്ള നാഗരികതയുടെ അല്പാൽപമായ തെളിവുകൾ കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആരാകും ഇവിടെ വന്ന് താമസിച്ചത് എന്ന് ഈ പണ്ഡിതന്മാരെ കുഴക്കി. പക്ഷേ ബൈബിൾ വായിച്ചറിഞ്ഞ അതിൻ്റെ ഉള്ളടക്കങ്ങൾ പഠിച്ച ജോഷുവ സാമുവൽ എന്ന പണ്ഡിതന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനോമുഖരത്തിലൂടെ ഒരു വ്യക്തിത്വത്തിൻ്റെ രൂപഭാവങ്ങൾ മിന്നിത്തിളങ്ങി കടന്നുപോയി. ബൈബിളിലെ ആരാണ് കഥാപാത്രം എന്നറിയണ്ടേ? ധന്യനായ സ്നാപക യോഹന്നാൻ. നമുക്ക് സ്നാപക യോഹന്നാനെ അടുത്തൊന്ന് പരിശോധിച്ചാൽ ഒന്ന് രണ്ട് കാര്യം മനസ്സിലാകും. യേശു പോലും അങ്കി ധരിക്കുന്ന കാലം എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു എന്ന് തിരുവെഴുത്ത് പറയുന്നു. യേശു പോലും ചെരുപ്പ് ധരിക്കുന്ന കാലം, കുനിഞ്ഞവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്ന യോഹന്നാനെ കാണുമ്പോൾ നോക്കണം, അങ്ങനെ ഒരു ജീവിതചര്യ കൊണ്ട് മനുഷ്യർ സാംസ്കാരികമായി കുറേയൊക്കെ പുരോഗതി കൈവരിച്ച കാലത്ത് ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ്, അരയിൽ തോൽവാറ്, വെട്ടുക്കിളിയും കാട്ടുതേനും കൊണ്ട് ഉപജീവനം കഴിച്ച ഒരു മനുഷ്യനെ ഓർമ്മ വന്നു. വീണ്ടും അദ്ദേഹം പഠിച്ചപ്പോൾ മനസ്സിലായി, യോർദാൻ്റെ തീരത്താണ് അദ്ദേഹം സമയം കൂടുതൽ ചിലവഴിക്കുക. അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമം പറയുകയാണ്, അദ്ദേഹം വെട്ടുക്കിളി കഴിച്ചു, കാട്ടുതേൻ ഭക്ഷിച്ചു. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയോട് സമരസപ്പെട്ട് ജീവിച്ചിരുന്ന ഈ മനുഷ്യൻ്റെ കഥയും അവിടെ ഉത്ഖനനം നടത്തി പഠിച്ചപ്പോൾ കിട്ടിയ തെളിവുകളും വെച്ച് വസ്തുതകളെ സംയോജിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇവരെ നമ്മുടെ ആരുടെയും ഭക്ഷണം കഴിക്കില്ല, നമ്മൾ കൊടുക്കുന്ന വസ്ത്രം ധരിക്കില്ല, നമ്മൾ കൊടുക്കുന്ന പണം കൈനീട്ടി വാങ്ങില്ല. ഇങ്ങനെ ഒരു വിശുദ്ധീബോധം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരുതരം അസ്പൃശ്യത എന്ന് പറഞ്ഞു തള്ളാൻ വരട്ടെ. നമ്മുടെ രാജ്യത്തും പണ്ട് ബ്രാഹ്മൺസ് ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു. അവർ മറ്റുള്ളവരുടെ ആഹാരം കൈക്കൊള്ളാറില്ല. പൊതുനിരത്തുകളിൽ അവർക്ക് പോകാൻ പ്രത്യേകിച്ചുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഇത്തരത്തിൽ ജാതീയമായ മേൽക്കോയ്മയുടെ ഗുരുതിലകുത്വങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലത്തെ അനുസ്മരിക്കും വിധമാണോ ഈ ചെയ്തതെന്ന് ചോദിച്ചാൽ കുറേ വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിൽ അശുദ്ധിയും അസ്പൃശ്യതയും സ്വീകരിച്ചവർ ഒന്ന് രണ്ട് കാര്യങ്ങളോടൊന്നും അശുദ്ധി പ്രകടിപ്പിച്ചില്ല. അതിലൊന്നും നാണയത്തുട്ടുകളോടായിരുന്നു, വഴിപാടുകളോടായിരുന്നു. ഏത് ദരിദ്രൻ്റെ ഭക്ഷണം അവർ നിരാകരിച്ചു, സത്യമാണ്. പക്ഷേ അയാൾ കൊടുത്ത പണം കൈക്കൊള്ളാൻ മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ വിതച്ച നെല്ലും അയാൾ വിതച്ച വിത്തും ഫലം കൊടുക്കുമ്പോൾ അത് ശേഖരിച്ചു കൊണ്ടുപോകാനും കഴിക്കാനും നമ്മുടെ നാട്ടിലെ മാടമ്പിമാർക്കാർക്കും യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല. മാത്രമല്ല, അടിമത്തം കൊടികുത്തി വാഴുന്ന കാലത്തും സ്ത്രീകളെ സന്ധിക്കുന്നതിൽ, അവരോട് അടുത്തിഴപഴകുന്നതിൽ കാര്യമായിട്ടുള്ള അത്തരം അകലങ്ങൾ കാണുന്നില്ല. ഞാനിപ്പോഴും IPS ശ്രീജിത്ത് IPSന് കൊടുത്ത ഒരു മറുപടി യൂട്യൂബിൽ കിടപ്പുണ്ട്. കുലമഹിമയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് എരിവോടെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ചില പ്രചാരവേലകളുണ്ട്. ഞാനതിന് കൊടുത്ത മറുപടി നിങ്ങൾ ചിലരെങ്കിലും കണ്ടിരിക്കും. P. ഭാസ്കരൻ ഉണ്ണിയുടെ 20-ാം നൂറ്റാണ്ടിലെ കേരളം, 19-ാം നൂറ്റാണ്ടിലെ കേരളം, ഇങ്ങനെയൊക്കെയുള്ള ചില ഗ്രന്ഥങ്ങളുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇവിടെ നടമാടിയ ഇത്തരത്തിലെ ചില വൈകൃതങ്ങളുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ,
ഭാരതീയമായ ഏതെങ്കിലും ചിന്തകളിൽ മനുഷ്യൻ എന്നൊരാശയം ഏത് മതകൃതിയിലുണ്ട്? മനുഷ്യനെ മനുഷ്യനായി കാണണം, എല്ലാവരും നിയമത്തിന് മുമ്പിൽ സമന്മാരാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ സമന്മാരാണ്. ഇപ്പറഞ്ഞ ബോധം ഇന്ത്യയിൽ രൂപപ്പെട്ട ഒരൊറ്റ ആധ്യാത്മിക കൃതിയിലുമില്ല എന്നത് എൻ്റെ പഠനവും അനുഭവവുമാണ്. അങ്ങനെയെങ്കിൽ അവർക്കും കുമ്രാൻ നിവാസികൾക്കും തുല്യമായ നിലവാരമാണ് ഉണ്ടായിരുന്നത്? ഞാൻ പറയുമല്ല. എന്താണ് കാരണം? അവർ ജീവിത വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് കാട് കയറാൻ കാരണമുണ്ട്. ഈ സ്നാപകൻ തന്നെ ആരാണെന്ന് പഠിക്കണം. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പുരോഹിതനാണ്. ആലയത്തിൽ ധൂപം കട്ടാൻ അധികാരമുള്ള, കാർമ്മിക ശുശ്രൂഷകൾ ചെയ്യാൻ അധികാരമുള്ള പുരോഹിതന്മാർ ലേവി കുലത്തിൽപ്പെട്ടവരാണ്. അവർക്ക് സമൂഹത്തിൽ ഏറ്റവും ആദരവും മാന്യതയും കിട്ടും. എന്നാൽ അദ്ദേഹം യോഹന്നാനെപ്പോലെ ഉള്ളവർ ഒരു കാഴ്ച കണ്ടു. പുരോഹിതന്മാർ നിയമവിരുദ്ധമായി ജീവിക്കുന്നു. വിശുദ്ധിയുടെയും ജീവിത സന്തോഷത്തിൻ്റെയും നിയമവാബലികളുടെ വഴികളിലൂടെ സഞ്ചരിക്കാതെ തെറ്റായ നിലവാരത്തിലേക്ക് പോകുന്ന ഈ ലോകത്ത് ഞങ്ങൾ ജീവിച്ചാൽ ഒരിക്കലും എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന ചിന്ത കൊണ്ട് അദ്ദേഹത്തിന് വച്ചു നീട്ടിയ പള്ളിയുടെയും പൗരോഹിത്യത്തിൻ്റെയും വഴികോട് വിട പറഞ്ഞുകൊണ്ട് സ്നാപകൻ ഇങ്ങനെ ധ്യാനനിമഗ്നനായി അകത്ത് കടന്നിട്ട് ഒരു രാജാവ് നീതിയോടെ വാഴണം എന്നിങ്ങനെ കാത്തിരുന്നു. നിങ്ങൾ സ്നാപകനെ നോക്കുക, തേജോരൂപിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മുഖം വളരെ ചൈതന്യവത്താണ്. കാരണം അദ്ദേഹം നമ്മളോട് ഇടപഴകുന്നില്ല. പ്രാർത്ഥനയാണ് ജീവിതത്തിൽ അധിക സമയം, ദൈവത്തോടാണ് അധിക സമയവും സമ്പർക്കം. കാരണം ഇതേ സക്കറിയ പുരോഹിതന് പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ദൈവം കൊടുത്ത യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായി മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ്. അതുകൊണ്ട് ചൈതന്യവത്തായ ഈ മനുഷ്യനെ നാട്ടുകാരൊക്കെ ബഹുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മയമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാഠിന്യം നിറഞ്ഞതാണ്. ഒരു പ്രസംഗം ആരംഭിക്കുമ്പോൾ പറയേണ്ട ആചാരമര്യാദകൾ ഒന്നും കൂടാതെ സ്നാപകൻ പറയുകയാണ്, സർപ്പസന്തതികളെ. ഈ പദം കൊണ്ട് തൻ്റെ പ്രസംഗത്തിന് ആരംഭം കുറിക്കുമ്പോൾ പ്രകോപനകാരികളായ ആളുകൾക്ക് പോലും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. കാരണം സ്നാപകൻ്റെ വിശുദ്ധിക്ക്, അദ്ദേഹത്തിൻ്റെ ചൈതന്യത്തിന്, ആ മുഖകാന്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ കിടിലം കൊള്ളുന്ന കാഴ്ച. അങ്ങനെ ജനം ദുഃഖിതരായി അടുത്ത് വന്നിട്ട് തങ്ങളുടെ മക്കളെയൊക്കെ മുമ്പിലേക്ക് വെച്ചിട്ട് പറയും, ഓ സ്നാപകൻ, അങ്ങ് ഇവർക്കായി പ്രാർത്ഥിക്കണം. പ്രഭോ, ഗുരു, ഇവർക്കായി പ്രാർത്ഥിക്കണം. മാത്രമല്ല, ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മിക ജീവിതത്തിൽ വഴിതെറ്റിപ്പോയി. പരിണിതഫലമായി ഞങ്ങൾക്ക് നാളെ മുതൽ തിരുത്തി ജീവിക്കാനുള്ള പ്രചോദനം കിട്ടേണ്ടതിന് വിശുദ്ധിയുടെ തെളിവായി, ശുദ്ധീകരണത്തിൻ്റെ തെളിവായി ഈ ജലാശയത്തിൽ ഞങ്ങളെ ഒന്ന് മുക്കിപ്പൊക്കണം. അങ്ങനെ സ്നാപകൻ പറയും, ഇനിമേൽ ശരീരശുദ്ധിക്ക്, ജീവിതശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആശീർവദിച്ച് മാനസാന്തര സ്നാനം ഈ യോർദാനിൽ തന്നെ നൽകുന്ന പതിവുണ്ടായിരുന്നു. ആളുകൾ അവനെ ബഹുമാനിച്ചു. ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ കാത്തുവന്നു. ധാരാളം അണികൾ ആ പ്രസംഗം കേൾക്കാൻ കാത്തു നിൽക്കവേ ഒരു ദിവസം യോഹന്നാൻ പ്രസ്താവിക്കുകയാണ്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് സുഹൃത്തേ, എൻ്റെ പിന്നാലെ ഒരുവൻ. ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കും പോലെ മശിഹയല്ല, ഞാൻ ആ പ്രവാചകനല്ല, ഞാൻ ഇരമ്യാവോ ഏലിയാവോ ഒന്നുമല്ല, മറിച്ച് യെശയ്യാ പ്രവാചകൻ എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ്. എനിക്ക് ഓഡിയൻസ് വേണമെന്നില്ല, എനിക്ക് പിന്തുണയ്ക്കാൻ ആളുകൾ വേണമെന്നില്ല. കാരണം എൻ്റെ ശബ്ദം ഏത് മരുഭൂമിയിലൂടെയും അചഞ്ചലമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. കേൾപ്പവരെ ആവേശം കൊള്ളിക്കുക എന്നല്ല, യാതൊരു വിധത്തിലും നീരുറവയ്ക്ക് സ്ഥാനമില്ലാത്ത വരണ്ടുണങ്ങിയ മണ്ണിൽ എൻ്റെ പ്രവചനം മഴത്തുള്ളിയായി അതിങ്ങനെ പതിച്ചുകൊണ്ടിരിക്കും. ആർ കേൾക്കുന്നു, ആർ പ്രതികരിക്കുന്നു എന്നല്ല, ഒരു ദിവസം ഈ സ്ഥലത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട്, ഈ മണ്ഡരികൾക്കും രോമാഞ്ചം വരുത്തിക്കൊണ്ട് ഒരുവൻ്റെ പാവന പാദങ്ങൾ ഇതിലിങ്ങനെ ഞെരിഞ്ഞമർന്ന് എൻ്റെ പിന്നാലെ വരും. ഞാൻ അവൻ്റെ മുന്നോടിയാ, ഞാൻ അവനെക്കുറിച്ച് പ്രസംഗിക്കാനാ വന്നത്. അന്ന് എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ മുന്നോടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നസ്രായനായ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചാരംഭിച്ച സുവിശേഷം 2000 ആണ്ടുകൾക്ക് ശേഷം ഞങ്ങളിതാ ഇന്ന് രാത്രി ഈ ദേശത്ത് ആവർത്തിക്കുമ്പോൾ അന്ന് ആരംഭിച്ച പ്രസംഗം ഇന്ന് രാത്രിയും തുടരുമ്പോൾ അഭംഗുരം തുടരുന്ന ഈ പ്രസംഗ പരമ്പരയുടെ ഇങ്ങേ തലക്കൽ നിന്നുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞ, ഞങ്ങൾ ആസ്വദിച്ച, ഞങ്ങൾ അനുഭവിച്ച ആ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ട് ആരംഭിക്കട്ടെ. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിൻ്റെ നാമം. പാപികളെ രക്ഷിക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, ബന്ധിതർക്ക് മോചനം നൽകുന്ന,
നൽകുന്ന പാവത്തിൻ്റെ മാരക ശക്തികൾ കീഴടക്കിയ അടിമത്തത്തെ എന്നേക്കും റദ്ദു ചെയ്യുന്ന ആ മഹത്തര നാമത്തെ ഈ രാത്രി രക്ഷയ്ക്കായി ഞങ്ങൾ ഈ ഗ്രാമത്തോട് ആവർത്തിക്കുന്നു. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആ ദൈവത്തിൻ്റെ പുത്രൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ സർവശക്തനായി കടന്നു വന്നിട്ടുണ്ട്. അവൻ അഴിച്ചു കളയാൻ കഴിയാത്ത ഒരു ഊരാ കുരുക്കുകളുമില്ല, അവന് തകർക്കാൻ കഴിയാത്ത ഒരു കോട്ടകളുമല്ല, അവൻ ഇടപെട്ട് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗവുമില്ല, ഒരു വേദനയുമില്ല. ഇതാ സാക്ഷാൽ ആശ്വാസപ്രദനായവൻ നമ്മുടെ മധ്യത്തിൽ തലങ്ങും വിലങ്ങും ഉലാത്തുമ്പോൾ അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സൗമ്യ മനസ്സരായി കേട്ടിരിക്കെ ഒരു കാര്യം ഓർത്തുകൊള്ളണം. തങ്കലേകാഗ്രചിത്തന്മാർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഊടാടി സഞ്ചരിക്കുന്ന അവിടുത്തെ കണ്ണുകൾ ഇന്ന് ചിലരിലേക്ക് പതിഞ്ഞുകൊണ്ടിരിക്കുക. അതിവിടെ മാത്രമല്ല, ഈ ശബ്ദപരിധിയിൽ ആരൊക്കെ കേൾക്കുന്നോ, അല്ല ലൈവിലൂടെ ഓൺലൈനിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഓർക്കണം, ഇത് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന മഹത്തരമായൊരു ദിവസമാണ്. കാരണം യേശു കർത്താവിനെ ഉയർത്താനാ ഞങ്ങൾ പാട്ടുപാടുന്നതേ, യേശുവിനെ ഉയർത്താനാ അധ്യക്ഷൻ ആമുഖ പ്രസംഗം നടത്തിയതേ, പ്രാർത്ഥിച്ചതേ, ആശീർവാദം പറയുന്നതേ. ഒറ്റ ലക്ഷ്യം, ഒരേ ഒരു ലക്ഷ്യം, അത് നസ്രായനായ യേശുവിനെ ഉയർത്തണം. ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കുമെന്നരുളിയ നസ്രായനായ യേശുവിനെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും തുടരുന്നു. ഈ ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു.